സംസ്ഥാന ബജറ്റിൽ മലപ്പുറത്തെ അവഗണിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ എംഎൽഎമാർ. മലപ്പുറത്തെ പരിഗണിക്കാത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് നജീം കാന്തപുരം എംഎൽഎ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ബജറ്റ് വിഹിതം നിശ്ചയിച്ചതിൽ പ്രതിപക്ഷ എംഎൽഎമാരോട് വിവേചനം കാണിച്ചുവെന്നും നജീബ് കാന്തപുരം ആരോപിച്ചു. സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി ഓരോ എംഎൽഎമാരോടും 20 വീതം പദ്ധതികൾ നിർദ്ദേശിക്കാനായിരുന്നു ധനകാര്യ വകുപ്പ് ആവശ്യപ്പെട്ടത്. മുഴുവൻ എംഎൽഎമാരും പദ്ധതികൾ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ മലപ്പുറത്തെ പ്രതിപക്ഷ എംഎൽഎമാരുടെ ഓരോ പദ്ധതികൾ മാത്രമാണ് പരിഗണിച്ചതെന്നും ബജറ്റിൽ കടുത്ത വിവേചനമാണ് നേരിടേണ്ടി വന്നതെന്നും നജീബ് കാന്തപുരം എംഎൽഎ ആരോപിച്ചു. സത്യം പറഞ്ഞാൽ ഈ ബജറ്റ് ഒരു ജില്ല എന്ന നിലക്ക് മലപ്പുറത്തിനോട് കടുത്ത അവഗണനയാണ് കാണിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു ജില്ല, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളൊരു ജില്ല, ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളൊരു ജില്ല, ആ ജില്ലയിലേക്ക് മൊത്തം ബജറ്റ് വിഹിതമായി വന്ന തുക പരിശോധിക്കുകയാണെങ്കിൽ വളരെ വളരെ തുച്ഛമാണ്. എന്നാൽ മറ്റ് ചെറിയ ജില്ലകൾക്ക് പോലും വലിയ തോതിലുള്ള ഫണ്ട് വന്നിരിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചറിൽ പൊതുമരാമത്തിൻ്റെ ഫണ്ടാണെങ്കിലും നിർമ്മാണ പ്രവർത്തനയിലുള്ള ഫണ്ടാണെങ്കിലും ബിൽഡിംഗ് ഫണ്ടാണെങ്കിലും പാലങ്ങളുടെ ഫണ്ടാണെങ്കിലും എല്ലാം നിങ്ങൾ നോക്കൂ, മലപ്പുറം ജില്ലയിൽ വന്നതിനേക്കാൾ ഇരട്ടിയാണ് പത്തനംതിട്ട ജില്ലയിൽ പോലും വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും ഡിസ്പാരിറ്റിയാണ്. 100-200 കോടിയുടെ പ്രപ്പോസലുകൾ സമർപ്പിച്ചെങ്കിലും മലപ്പുറത്തെ മിക്ക പ്രതിപക്ഷ എംഎൽഎമാർക്കും ലഭിച്ചത് അനുവദിച്ച ഒരു പദ്ധതിക്കായി 5 കോടി രൂപ മാത്രം. ഇത് മലപ്പുറത്തിനെതിരായ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ആരോപണം. ശരിക്കും പറഞ്ഞാൽ മലപ്പുറം ജില്ലക്കെതിരായിട്ടുള്ള ഒരു വളരെ നിഗൂഢമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നാണോ എന്നുള്ളത് വ്യക്തമാകേണ്ട കാര്യമാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അത് തീർച്ചയായിട്ടും ശക്തമായി തന്നെ ഞങ്ങൾ പ്രതിഷേധിക്കും. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടെങ്കിൽ അത് പ്രതിരോധിക്കാൻ സർക്കാർ കൂടി മുന്നോട്ട് വരേണ്ട സാഹചര്യമുണ്ട്. ആരോഗ്യ മേഖലയിലടക്കം മലപ്പുറം ജില്ല കടുത്ത വിവേചനമാണ് നേരിടുന്നത്. ജനസംഖ്യ ആനുപാതിക വികസനം എന്നത് ഇപ്പോഴും മലപ്പുറത്തിന്റെ അതിർത്തിക്ക് പുറത്താണ്. വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് രാഷ്ട്രീയമായി നേരിടാനാണ് പ്രതിപക്ഷ എംഎൽഎമാർ ഒരുങ്ങുന്നത്. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.